ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസ്ക്യൂ ഒരു സെമിത്തേരിയിലെ റെസ്ക്യൂ ആണ്. സെമിത്തേരിയിലൊരു ഡോഗ് ഒരു വലയിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പള്ളിയുണ്ട്, അതിനോടൊപ്പം ചേർന്നുള്ളൊരു സെമിത്തേരിയാണ്. അവിടെയാണ് ഡോഗ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ പള്ളിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനത്തെ ശാലോം മർത്തോമ ചർച്ച് കുമ്പനാട്ടിലേക്ക് കയറുകയാണ്. അടിപൊളി ഒരു ചർച്ചാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിള് വഴി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ഞങ്ങളിവിടെ വന്നത്. ലെഫ്റ്റിലോട്ട് പോയാലാണ് ഡോഗ് കിടക്കുന്നത് വരെ ഗൂഗിളിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വിളിച്ച് പറഞ്ഞ ആള് ദേ വരുന്നുണ്ട്. ഡോഗ് കുടുങ്ങി കിടക്കുന്നത് അങ്ങനെ സെമിത്തേരിയുടെ മുമ്പിൽ കുടുങ്ങി കിടക്കുന്നവനെ ഞാൻ പോയി കണ്ടു. എന്തായാലും അവന് ദേഷ്യക്കാരനാണെന്ന് അറിയാനായിട്ട് പതുക്കെ അവനെ തലോടി നോക്കി. തലോടിയപ്പോൾ അവൻ പാവമായിട്ട് തന്നെ നിന്നു. പാവമാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ തലയിൽ തൊട്ടിട്ടും പെട്ടെന്ന് ഉപദ്രവിക്കാതിരുന്നത്. പിന്നെ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലേഡായിരുന്നു. ബ്ലേഡ് ഉപയോഗിച്ച് പതുക്കെ അവൻ്റെ ദേഹത്ത് ഉള്ള ഓരോ നൂലുകളും വലയുടെ നൂലുകളും കട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് നിമിഷവും തല പെട്ടെന്ന് തിരിഞ്ഞ് കടിക്കാനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല മുറുകിയാൽ അറിയാതെ കടിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾ ഞാൻ രക്ഷിക്കാനാണെന്ന് പട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്നെ കടിക്കാൻ വരില്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് തന്നെ 2 പ്രാവശ്യം കടിയേൽക്കേണ്ട രീതിയിൽ നായ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നു. വിവരമറിഞ്ഞ് അവിടുത്തെ പ്രിയ അച്ഛനും അവിടെ എത്തിയിരുന്നു. അച്ഛനും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വേറൊരു വലിയ കാര്യം. എല്ലാവരും ആ ഒരു ജീവിയുടെ രക്ഷാപ്രവർത്തനം ആഗ്രഹിച്ചിരുന്നതാണ്. അവർ ഫയർഫോഴ്സിൽ വിളിച്ചിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ നായ്ക്കളുടെ കാര്യങ്ങളൊന്നും ചെയ്യില്ല, അതിനെ റെസ്ക്യൂ ചെയ്യുന്ന വേറെ ആളുകളെ വിളിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഈ വല വിചാരിക്കുന്നതിനും അപ്പുറമായിട്ടാണ് അതിൻ്റെ ദേഹത്ത് കുടുങ്ങിയത്. അതാണ് ഏറ്റവും വലിയ കാര്യം. വയറിൻ്റെ ഭാഗത്തൊക്കെ വളരെ വലിയ കട്ടിയിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അത് ഇനി ഊരിയെടുക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഏതായാലും കാലിൻ്റെ വിരലിനിടയിലൊക്കെ കുറേ കുടുങ്ങിയിരുന്ന നൂലുകളൊക്കെ ഞാൻ പതുക്കെ അഴിച്ചു മാറ്റുകയും കട്ട് ചെയ്യുകയും ചെയ്തു. ക്രിക്കറ്റ് കളി മാറ്റിവെച്ച് എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. ആ ജീവി രക്ഷപ്പെടുന്നതും കാത്ത് അവരവിടെ നോക്കിയിരിക്കുകയാണ്. ഞാൻ അവനെ ഒന്ന് കയ്യിലെടുത്ത് പൊക്കാൻ നോക്കി. അവനെ നിർത്തിക്കഴിഞ്ഞാൽ അവൻ ഓടിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവന് വേദന കൊണ്ടാവാം അവൻ എന്നെ കടിക്കാൻ വന്നു. പിന്നീട് ഞാൻ ചെയ്യുന്ന ഓരോ സാഹചര്യത്തിലും അവൻ എന്നെ കടിക്കാൻ വന്നിട്ടുണ്ട്. അവസാനം ഞാൻ ആ ചെടിയിൽ കുടുങ്ങി കിടന്ന ഭാഗം അഴിച്ചു വിടാനുള്ള ശ്രമം നടത്തി. അപ്പോൾ നായ്ക്ക് എഴുന്നേക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഏതായാലും അത് ഫലം കണ്ടു. അങ്ങനെ അതുവരെ കാത്തിരുന്ന ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി. ഇത് സന്തോഷ പ്രകടനമാണ്. ഒപ്പം ജീവൻ സെമിത്തേരിയിൽ വെച്ച് നശിച്ചു പോകേണ്ടുന്നവന് പുതുജീവനും.